കേരള തീമിൽ വരുന്ന കോറ സിൽക്ക് സാരി. ഇത് നമുക്ക് കേരള തീമിൽ കോണം വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ചേർച്ച് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്ന കോറ സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതിൽ വന്നിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ, പൂവും ഇലയും കൂടെ വരുന്ന ഒരു മോട്ടിഫാണ് ക്രോസ് സ്റ്റിച്ചിൽ ചെയ്ത് വന്നേക്കുന്നത്. ഗ്രേ കളർ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ കേരള തീമിൽ തന്നെയാണ് വരുന്നത്. അത് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ കേരള കോട്ടൺ സാരീസിലൊക്കെ കാണുന്ന അതേ ബോർഡർ ഡീറ്റെയിലിംഗ്, ഒരു 2 ഇഞ്ച് വീതിയുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്. ബോഡി വരുന്നത് പ്യുവർ ആയിട്ടുള്ള കോറ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ട് ഇതിൽ ഫുള്ളായിട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഈ ഗ്രേ ടോൺ സാധാരണ കേരള കോട്ടണിൽ അങ്ങനെ കാണാറില്ല. ഇത് ഒരു ഡിഫറൻസ്. എനിക്ക് ഈ ഗ്രേ കളറിലുള്ള ബ്ലൗസാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. HS911 കോഡിലാണ് ഈ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 4899 ആണ് പ്രൈസ് വരുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഡോറിയ കോട്ട സാരീസ് നമുക്ക് എപ്പോഴും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നത്, സമ്മർ ടൈമിലൊക്കെ ഒരു ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ. പ്യുവർ കോട്ടൺ യാൺസ് യൂസ് ചെയ്ത് ഒരു കോട്ടയുടെ ഒരു വീവിങ് സ്റ്റൈലിൽ ചെയ്തെടുത്തേക്കുന്ന സാരീസാണ്. അപ്പോൾ നമ്മൾ കോട്ടയുടെ ഒരു വീവിങ് സ്റ്റൈലാകുമ്പോൾ ചെറിയൊരു ട്രാൻസ്പെറൻസി എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇതിലൊരു ഹെവി ബ്ലോക്ക് ഡീറ്റെയിലിംഗ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്പെറൻസി കുറേയൊക്കെ ഹൈഡ് ആവുന്നുണ്ട് കേട്ടോ. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. നല്ലൊരു ഫ്ലോറൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. പല്ലുവിലും ബ്ലോക്ക് പ്രിന്റിൽ തന്നെ ഒരു ഡീറ്റെയിലിംഗ് ആണ് പല്ലുവിലും വന്നേക്കുന്നത്. അതുപോലെ തന്നെ സെറീൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൂടെ സാരി ത്രൂ ഔട്ട് ഉണ്ട് കേട്ടോ. അപ്പർ ബോർഡറിലും ലോവർ ബോർഡറിലും ആ ഒരു സെറീൻ്റെ ഒരു ലുക്ക് കൊണ്ടുവന്നിട്ട് ബ്ലൗസ് പീസ് വരുന്ന ഈ ഒരു ക്രീം ഷെയ്ഡിനകത്ത് ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങോട് വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് പ്രിൻറ്റിൻ്റെയും ഡിഫറെൻറ്റ് കളറിൻ്റെയും കുറച്ച് സാരീസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ദെൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1999 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. JKL 298 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. വാടാമുല്ലപ്പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ആ ഒരു കളർ ഷെയ്ഡും എല്ലാവരുടെയും ഫേവറേറ്റും ആണ്. ആ ഒരു സെയിം കളർ ഷെയ്ഡിലാട്ടോ ഞാനിന്ന് വെയർ ചെയ്തേക്കുന്ന സാരി വന്നേക്കുന്നത്. അതും റെഡി ടു ഡിസ്പാച്ചിലാണ് ഈ ഒരു സാരിയുടെ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു ആട്ടോ. പല്ലുവിൽ ഫുള്ളായിട്ടൊരു ഫ്ലോറൻ്റെ ഒരു ലുക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു ട്രഡീഷണൽ മോട്ടീഫിൻ്റെ കൂടെ ആ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് കൂടെ വന്നപ്പോഴത്തേനും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത്. ഈ ഒരു ഫ്ലോറലിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ബോഡിയിലേക്ക് വരുമ്പോൾ സാരി ത്രൂ ഔട്ട് ഒരു ട്രഡീഷണൽ മോട്ടീഫാണ് ശരിക്കും. പക്ഷെ നമുക്ക് കാണുമ്പോഴത്തേനും ഒരു ഫ്ലോറൻ്റെ ഒരു ലുക്കും കൂടെയാണ് അത് ഒരു മോട്ടീഫിൽ ഫീൽ ചെയ്യുന്നത്. ഇതാട്ടോ പല്ലുവിൻ്റെ ലുക്ക് വന്നേക്കുന്ന സാരീൻ്റെ ലുക്ക്. നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന ആ ഒരു പോർഷനിലും സെയിം ഈ ഒരു ട്രഡീഷണൽ മോട്ടീഫിൻ്റെ ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ ഫ്ലോറലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു ബഡ്ജറ്റ് റേഞ്ചിലും കൂടെയാണ് കൊണ്ടുവന്നേക്കുന്നത്. 1999 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. KRK 376 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് സാരി. ഇതിലും സെയിം ആ ഒരു സിൽക്കി യാൺസ് യൂസ് ചെയ്ത് വീവ് ചെയ്തെടുത്തേക്കുവാണ്. ഇതാണ് പല്ലുവിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ഇത് ഒരു ഡയഗണൽ പാറ്റേണിൽ ജോമെട്രിക്കൽ ആൻഡ് ഫ്ലോറിൻ്റെ ലുക്കാണ് പല്ലുവിൽ കൊണ്ടുവന്നേക്കുന്നത്. സെയിം ലുക്കിൽ തന്നെയാണ് ബ്ലൗസ് പീസും വന്നേക്കുന്നത്. എൻഡിലായിട്ട് സെൽഫ് നോട്ടഡ്. ദെൻ ബോഡിയിലേക്ക് വരുമ്പോഴത്തേനും ബോർഡർ പോർഷനിൽ സർക്കിളിനകത്ത് തന്നെ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് കൊണ്ടുവന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഫ്ലോറലിൻ്റെ ഒരു ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. സാരി ത്രൂ ഔട്ട് ഈ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ലുക്ക് കേട്ടോ. നമ്മൾ പല്ലുവിൻ്റെ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ബ്ലൗസ് പീസിൽ ഇതിലും കൊണ്ടുവന്നേക്കുന്നത്. ലൂസി യാൻസ് ഒന്നും വലുതായിട്ടില്ല കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് KRK 388 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 1999 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. എന്താണ് സ്പെഷ്യൽ ബ്ലൗസ് ചെയ്തു ഞാൻ അറിഞ്ഞു കേട്ടോ. ഞാൻ സോളിഡ് ആയിട്ട് വന്നു വിത്ത് ബ്ലൗസിന്റെ ലുക്കും. നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഈ ഓണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വളരെ, അതായത് ജോർജറ്റ് ഒക്കെ പോലെ തന്നെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? വെയിറ്റ് നമുക്ക് വരത്തില്ല. ലിനനകത്ത് ജെറി ബോർഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കേരള സാരിനകത്ത് ചെക്സ്. ഇപ്പോൾ ഓൾറെഡി ചെക്സ് വന്നിട്ട് മെറൂൺ ടാസിൽസ് ഉള്ള സാരി നമ്മുടെ ഓൾറെഡി ഹിറ്റാണ്. അതിന്റെ തന്നെ
ലിനൻ ഫാബ്രിക്കിനകത്ത്, അതായത് നമുക്ക് ഇതിനു വേണ്ടി മാത്രമല്ല അല്ലാതെയും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അപ്പം ആ സാരിയിൽ ഞാൻ ബ്ലൗസിൽ ചെറുതായിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വിത്തൗട്ട് വർക്കിൽ, പക്ഷേ ഇതിൻ്റെ ബോഡിയിലെ ചെക്സിൽ ചെറിയ വേരിയേഷൻ ഉണ്ടല്ലേ? അതെ, എൻ്റെത് ബിഗർ ചെക്ക് പാറ്റേൺ ആണ്. മാമിൻ്റെ കൊടുത്തേക്കുന്നതിൻ്റെ അത് കളറിനും വ്യത്യാസം ചെറുതായിട്ട് ലൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡ് വേരിയേഷനൊക്കെ വളരെ ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ക്രീം ഷെയ്ഡാണ്, ആ ഒരു യെല്ലോ ടിൻറ്റിലോട്ട് പോയിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ഒരു ഓറഞ്ച് ബോർഡറിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് പീച്ച് ചെറുതായിട്ട് തുള്ളി ഒഴിച്ചിട്ട് നമ്മൾ ചെയ്തില്ലേ, അതുപോലത്തെ ഒരു വേരിയേഷൻ. ഇങ്ങനെ അടുത്തിരിക്കുമ്പോഴേ നമുക്ക് അറിയാനും പറ്റത്തുള്ളൂ, അല്ലാതെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്രീം സാരി എന്നുള്ളൊരു ഫീലേ വരത്തുള്ളൂ. അടുത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നൊരു ചെറിയ വേരിയേഷൻ അതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. വിത്തിൻ 1 വീക്കിലാണ് നമ്മളിതിൻ്റെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഈ ഓണത്തിന് സ്റ്റൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നത് ലെയർഡ് ആയിട്ടുള്ളൊരു പേളിൻ്റെ ജ്വല്ലറി ഇട്ടിട്ടാണ് ഞാൻ അതിനെ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൗരി ആണെങ്കിൽ ആ ഒരു രുദ്രാക്ഷം പോലെ വരുന്ന ഒരു ഗുങ്കുരു എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് മാലയുടെയൊക്കെ ആ ഒരു ലുക്കിൽ വന്നേക്കുന്നത് പേൾ തന്നെയാണ്. അപ്പം റെഡ് മാലകളൊക്കെ ഇട്ടും ഷെയർ ചെയ്യാം. ബീറ്റ്സ് ആയിട്ടുള്ള ലുക്ക് ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ബ്ലൗസ് ആക്ച്വലി ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബോർഡറും ഇത്രയും വൈഡ് ആയിട്ടുള്ള ബോർഡർ തന്നെയാണ് എൻ്റെ ബ്ലൗസിന് ആക്ച്വലി വന്നിരിക്കുന്നത്. ഗൗരി അതിനൊരു ഇച്ചിരി കൂടെ സ്റ്റൈലിംഗ് ചെയ്തതുകൊണ്ട് നോർമലി നമ്മൾ ലൈൻ പാറ്റേൺസ് ചെയ്യുന്ന ബ്ലൗസസ് നമുക്ക് വെർട്ടിക്കലി വേണമെങ്കിലും ഹൊറിസോണ്ടലി വേണമെങ്കിലും, ആക്ച്വലി ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണ്. അപ്പം ഞാൻ ആ ഹൊറിസോണ്ടൽ ലൈനിന് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു ഡിഫറൻസ് ഇല്ല. അതെ, ആ ഒരു വെർട്ടിക്കൽ പാറ്റേൺ വരുന്നുണ്ട്, ഹൊറിസോണ്ടലിന് കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ അതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഗൗരി ഇപ്പം നല്ല ഭംഗിയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റൈലിങ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് സാരിക്ക് ഒരു പ്രത്യേക ഭംഗി വരും. അതെ, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണല്ലോ, ചില ദിവസം നമ്മൾ ഒന്ന് തിരിയോ അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഫോട്ടോ ആകെ മൊത്തം മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. അത് എപ്പോഴും ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ചില കാര്യങ്ങൾ, ഇപ്പം ഇച്ചിരി ഹൈ ചെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള നെക്ക് ലൈൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ അവർക്ക് ആ ഒരു ചെസ്റ്റ് ലൈൻ ഇച്ചിരിയും കൂടെ, പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസസ് ഇരുന്നതിനേക്കാളും കൂടുതൽ സിംഗിൾ കളറിൽ തന്നെ വൈഡായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വ്യത്യാസം വരും. പിന്നെ കോൺട്രാസ്റ്റ് സാരികളാണ് മേടിച്ച് അല്ലെങ്കിൽ അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ഇച്ചിരി വൈഡായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജ്വല്ലറിയിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇച്ചിരി കോൺഫിഡൻസ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇച്ചിരി മുടിയൊക്കെ ഇട്ട് നമുക്ക് സ്റ്റൈലിങ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതുപോലത്തെ ലിനൻ്റെ ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷനാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് രണ്ടും വിത്തിൻ 1 വീക്കിൽ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം മിസ് ചെയ്യേണ്ട. ഗൗരിയുടെ കോഡ് വന്നിരിക്കുന്നത് SK332 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1,999. യെസ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അകത്ത് 2 ഷെയ്ഡ് വരുന്നുണ്ട് ആ ഒരു ബോർഡറിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി റൈറ്റ് സൈഡും റോങ് സൈഡും ഫാബ്രിക്കിന് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ഫോൾ ഇല്ലാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വേണമെങ്കിൽ കൊടുക്കാം. കാരണം അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും നമുക്ക് കാണുമ്പോൾ അറിയാം. ഇത് ലിനൻ ഫാബ്രിക്കാണ്. ലിനൻ ഫാബ്രിക്കിന്റെ സൈഡ്സ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലുവിന്റെ പൊസിഷൻ വെച്ച് ടെക്നിക്കലായിട്ടൊക്കെ നോക്കുമ്പോഴും പല്ലുവിന്റെ പൊസിഷൻ വെച്ചാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇതിന്റെ പല്ലു കണ്ടോ, 2 സൈഡും ഇതിലേതാ നല്ല വശമെന്ന് സാരി ഫോൾ വെച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇൻ കേസ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും റെഡ് ബോർഡർ അപ്പറിൽ വേണം, ഈ ഓറഞ്ച് ബോർഡർ ലോവറിൽ വേണമെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്താൽ മതി. അത്ര ഒരു വ്യത്യാസം ചെയ്താൽ മതി. ഭയങ്കര രസമായിട്ട് നമുക്ക് സ്റ്റൈലിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ നിന്ന് നടന്ന് വരുന്നതും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നേരെ നിൽക്കുമ്പോഴും ആ സാരിയുടെ ലുക്ക് കണ്ടോ. ഇപ്പോൾ ഒരു ഓണം ഫീല് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാനായിട്ട് ഓണനിലാവിലെ ലിനനകത്ത് വീവിങ് പാറ്റേൺ വന്നിട്ടുള്ള ഡിസൈനർ ബ്ലൗസോട് കൂടിയിട്ടുള്ള കളക്ഷൻ SK333 എന്ന കോഡിനകത്ത് 2299 ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന സാരിയുടെ പ്രൈസ് റേഞ്ചും കോഡും വരുന്നത്. ഇത് SK332 ആൻഡ് പ്രൈസ്ഡ് അറ്റ് 1,999.